26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ മൺസൂൺ ബമ്പർ ലോട്ടറി നറുക്കെടുക്കാൻ ഇനി വെറും 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ജൂലൈ 18-ന് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഗോർഖി ഭവനിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടക്കുക. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. ദിവസേന നറുക്കെടുക്കുന്ന ലോട്ടറികളിൽ നിന്ന് വ്യത്യസ്തമായി ബമ്പർ ലോട്ടറികളിൽ 2 മണിക്കാണ് നറുക്കെടുക്കാറുള്ളത്. മെയ് 25-നാണ് ബമ്പറിന്റെ വിൽപ്പന ആരംഭിച്ചത്. BR 110 നമ്പർ മൺസൂൺ ബമ്പർ ഭാഗ്യക്കുറിക്ക് MA, MB, MC, MD, ME എന്നിങ്ങനെ 5 പരമ്പരകളിലായി ടിക്കറ്റുകൾ ലഭ്യമാകും. ഒന്നാം സമ്മാനമായി 10 കോടി രൂപയാണ് ഭാഗ്യശാലിക്ക് ലഭിക്കുക. ഒന്നാം സമ്മാനാർഹമായ അതേ നമ്പറിലെ മറ്റു 4 പരമ്പരകൾക്കായി 1 ലക്ഷം രൂപയുടെ 4 സമാശ്വാസ സമ്മാനങ്ങളും ലഭിക്കും. രണ്ടാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 5 പരമ്പരകളിലായി 5 പേർക്ക് ലഭിക്കും. മൂന്നാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 5 പരമ്പരകളിലായി 5 പേർക്കും ലഭിക്കും. നാലാം സമ്മാനമായി 3 ലക്ഷം രൂപ വീതം 5 പരമ്പരകളിലായി 5 പേർക്ക് ലഭിക്കും. 5000 രൂപയാണ് ലോട്ടറിയുടെ 5-ാം സമ്മാനം. 6-ാം സമ്മാനം 1000 രൂപയും 7-ാം സമ്മാനം 500 രൂപയും 8-ാം സമ്മാനം 250 രൂപയുമാണ്. 1 ലക്ഷം രൂപയാണ് സമാശ്വാസ സമ്മാനം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സീസണൽ ബമ്പർ നറുക്കെടുപ്പുകളിൽ ഒന്നായ മൺസൂൺ ബമ്പറിന്റെ വിൽപ്പന തകൃതിയായി തന്നെ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കേരള ലോട്ടറിയുടെ അംഗീകൃത ഏജന്റുമാർ വഴിയും സംസ്ഥാനത്തുടനീളമുള്ള ലൈസൻസ് ഉള്ള റീറ്റെയിലർമാർ വഴിയും ടിക്കറ്റുകൾ ഇനിയും വാങ്ങാൻ അവസരമുണ്ട്. ഇതുവരെയായി ആകെ 45 ലക്ഷം ടിക്കറ്റുകളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. നറുക്കെടുപ്പിന് ശേഷം അംഗീകൃത കേരള സംസ്ഥാന ലോട്ടറി ഫലപ്രഖ്യാപനങ്ങളിലൂടെ ഫലം പരിശോധിക്കാവുന്നതാണ്. ഈ നറുക്കെടുപ്പിന്റെ ഏതെങ്കിലും സമ്മാനത്തിന് നിങ്ങൾ അർഹരാവുകയാണെങ്കിൽ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോട്ടറി അടിച്ചു എന്നുറപ്പിച്ച് അധികാരികളെ സമീപിക്കുന്നതിന് മുൻപ് ടിക്കറ്റ് ഉടമകൾ അവരുടെ നമ്പറുകൾ ശ്രദ്ധാപൂർവം പരിശോധിച്ചിരിക്കണം. അങ്ങനെ പരിശോധിച്ച ശേഷം വിജയം നിങ്ങൾക്ക് തന്നെയെന്ന് ഉറപ്പിച്ചാൽ ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കാം. ഈ സമയം വിജയികൾ സമ്മാനത്തിന് അർഹമായ ടിക്കറ്റും തിരിച്ചറിയൽ രേഖയും മറ്റു അവശ്യ രേഖകളും പരിശോധനയ്ക്കായി സമർപ്പിക്കേണ്ടതുണ്ട്. സമ്മാന അർഹമായ ടിക്കറ്റിന്റെ മറുവശത്ത് ഒപ്പിട്ട ശേഷം സുരക്ഷിതമായി സൂക്ഷിക്കാൻ മറക്കരുത്. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പ് പരിശോധിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ സമ്മാന പേയ്മെന്റുകൾ പ്രോസസ്സ് ചെയ്യുകയുള്ളൂ. അതേസമയം മറ്റേത് വരുമാനത്തെയും പോലെ തന്നെ ലോട്ടറി സമ്മാനം നേടുന്നവരും ആദായ നികുതി നൽകേണ്ടതായുണ്ട്. ലോട്ടറി വിജയികളിൽ നിന്ന് 30% നിരക്കിൽ നികുതി ഈടാക്കുന്നുണ്ട്. ലോട്ടറി വിജയികളിൽ നിന്ന് കേരള സർക്കാർ അധിക നികുതിയൊന്നും ഈടാക്കുന്നില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതിയിൽ ഉൾപ്പെടുത്തിയാണ് നികുതി വാങ്ങുന്നത്. 1961 IT നിയമത്തിലെ സെക്ഷൻ 56 പ്രകാരം മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ലോട്ടറി വിജയികളിൽ നിന്ന് നികുതി ഈടാക്കുന്നത്. ആദായ നികുതി നിയമപ്രകാരം ലോട്ടറിയുടെ സമ്മാന നികുതിയായി 30%വും 4% ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സും കൂട്ടിയാൽ 35.88% നികുതി വിജയികൾ നൽകണം. മൺസൂൺ ബമ്പറിന്റെ 10 കോടി രൂപയാണ് സമ്മാനമായി ലഭിക്കുന്നതെങ്കിൽ ഈ 2 നികുതികളും ചേർത്ത് 3,58,80,000 രൂപ സമ്മാനത്തിൽ നിന്ന് പോകും. 6,41 ലക്ഷം രൂപയാണ് ഇതിന് ശേഷം ബാക്കിയാവുന്നത്. എന്നാൽ സമ്മാനത്തുകയുടെ 10% ഏജന്റ് കമ്മീഷനായി നൽകണം. അതായത് 10 കോടിയുടെ 10% എന്ന് പറയുമ്പോൾ 1 കോടി രൂപ. ഇതും പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാവുന്നത് 5,41 ലക്ഷം രൂപയാണ്. 10 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ നൽകേണ്ട സർചാർജായ 10%, അതായത് 1 കോടിക്കടുത്ത് നിങ്ങൾ കേന്ദ്ര സർക്കാരിനും നൽകേണ്ടതാണ്. 1967 മുതലാണ് കേരള സർക്കാർ ലോട്ടറി പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി സംവിധാനം അവതരിപ്പിച്ച സംസ്ഥാനം കൂടെയാണ് കേരളം. തൊഴിൽ പ്രോത്സാഹനം നൽകുക, ലോട്ടറി ടിക്കറ്റുകളുടെ വിൽപ്പന വഴി ആദായ നികുതിയും GSTയും ഈടാക്കി സർക്കാർ ധനസഹായം വർദ്ധിപ്പിക്കുക, ക്ഷേമ പെൻഷനുകൾക്ക് പിന്തുണയേകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സർക്കാർ ലോട്ടറിയുമായി മുന്നോട്ട് പോകുന്നത്. വർഷത്തിൽ 6 ബമ്പർ ലോട്ടറികളും പ്രതിദിന ലോട്ടറികളും ഉൾപ്പെടെ നിരവധി ലോട്ടറികൾ സർക്കാർ വിപണിയിലെത്തിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.